ഇന്നത്തെ വ്ളോഗ് നമുക്ക് കുട്ടികളെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നാളെ വേട്ടക്കരം പാട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. രാത്രി ഡിന്നറിലേക്കുള്ള പരിപാടികൾ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാവരും വർത്തമാനത്തിലാണ്, സൊറ പറച്ചിലാണ് എല്ലാവരും. എന്ത് രസമാണ് എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ഛനെയും അമ്മേനെയും അനിയനെയും അനിയൻ്റെ വൈഫിനെയും വേദൂട്ടീനെയൊക്കെയാണ്. വേദുവിൻ്റെ ചോറൂണ് കഴിയാത്തതുകൊണ്ട് എവിടെയും കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടില്ല. ഇത് നാളേക്കുള്ള അച്ചാറിൻ്റെ പണികളാണ്. ഇന്ന് രാത്രി ഡിന്നറിന് വെജിറ്റബിൾ ബിരിയാണിയാണ്. ഓ സൂപ്പറായിരിക്കും കേട്ടോ. ഇവരെ ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ വയ്യ. കാരണം ഇതാണ് മെയിൻ ദേഹണക്കാരൻ. അടിപൊളി ഫുഡാണ്. എല്ലാത്തിനും നല്ല കൈപ്പുണ്യമാണ്, എല്ലാത്തിനും നല്ല സ്വാദ്. ഉണ്ണിക്കുട്ടേട്ടൻ നാളെ വേട്ടക്കരം പാട്ടൊക്കെ ആയതുകൊണ്ട് പ്രകാല പൂജയും ശ്രീരുദ്രവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള പൂക്കളൊക്കെ റെഡിയാക്കുക, ഒക്കെ വേർതിരിച്ചെടുത്ത് നേരെയാക്കുകയാണ്. എല്ലാവരും കൂടിയിട്ടോ, കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും കൂടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുശലം പറിച്ചലും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് ഇങ്ങനെ കുശലം പറയാനൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അവസരം. ഇന്നാണ് വേട്ടക്കരം പാട്ട്. പായസത്തിൻ്റെ നേദിക്കലൊക്കെ കഴിഞ്ഞു. ശ്രീരുദ്രം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ മറ്റു പൂജകളുടെ തയ്യാറെടുപ്പുകളിലാണ് ബിനോയ് ഏട്ടനും രാജേഷ് ഏട്ടനും ഒക്കെ. ഇത് പാട്ടിൻ്റെ പന്തലിൻ്റെ കാലുകളാണ്. എല്ലാവരും ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഇതാണ് കൂറയിടൽ ചടങ്ങ്. ഇതാണ് നമ്മുടെ കണ്ടമംഗലം മനോജേട്ടൻ. വേട്ടക്കാരനായിട്ട് കളത്തിന് മുന്നിൽ നൃത്തം ചെയ്യുന്നത് ഈ മനോജേട്ടനാണ്. നല്ല ദഹനക്കാരൻ കൂടിയാണ്. ഞാൻ കൊട്ടത്തേങ്ങ അളവെടുത്ത് മുറിക്കുന്നത് കണ്ടിട്ട് മനോജേട്ടൻ പറഞ്ഞു, ഇനി തരൂ, ഞാൻ ചെയ്തു തരാം. അങ്ങനെ ചെയ്തതാ. പാട്ടിൻ്റെ കൂടെ ഒരു കൂട്ടപ്പം വഴിപാടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഉണ്ടായിരുന്നു.
അങ്ങനെ വേട്ടക്കരം പാട്ട് വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവരും ഇന്നലെ തന്നെ പോയി, കുട്ടികളൊക്കെ ഇന്ന് പോവും. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.